കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ദീർഘകാലമായി പ്രധാനപ്പെട്ട ഒന്നാണ് കശുവണ്ടി വ്യവസായം. ഒരു കാലത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിരുന്ന ഈ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. 40 വർഷത്തിലേറെയായി കശുവണ്ടി വ്യവസായം നഷ്ടത്തിലാണ് എന്നത് ശരിക്കും ഞെട്ടിക്കുന്ന വാർത്തയാണ്. 2022-23 വർഷത്തിൽ മാത്രം 105.99 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് നമ്മൾക്ക് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കാം. ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിട്ട് തൊഴിൽ നൽകിയിരുന്ന ഈ പരമ്പരാഗത വ്യവസായം നേരിടുന്ന വെല്ലുവിളികളും അവയെ അതിജീവിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും ഇവിടെ വിശദീകരിക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കശുവണ്ടിയുടെ ഉത്ഭവം ബ്രസീലിലാണ്. ഇന്ത്യയിലേക്ക് ആദ്യമായി കശുമാവ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കിമാവ് എന്നും അറിയപ്പെടുന്ന കശുമാവിന് അക്കാജു, കാജു എന്നീ ബ്രസീലിയൻ പോർച്ചുഗീസ് വാക്കുകളിൽ നിന്നാണ് കശുമാവ് എന്ന മലയാള പദം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. റോഡ് വിക്ടോറിയ എന്ന ആംഗ്ലോ ഇന്ത്യക്കാരനാണ് കശുവണ്ടി വ്യവസായത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. തുടക്കത്തിൽ മണ്ണൊലിപ്പ് തടയാനും കടൽക്കാറ്റ് നിയന്ത്രിക്കാനുമായിരുന്നു കശുമാവ് ഇന്ത്യയിൽ നട്ടുപിടിപ്പിച്ചത്. പിന്നീട് ഇതൊരു പ്രധാന സാമ്പത്തിക വ്യവസായമായി രൂപാന്തരപ്പെട്ടു. ഗോവയിലാണ് ആദ്യമായി കശുമാവ് നട്ടതെങ്കിലും പിന്നീട് കൊച്ചി രാജ്യത്തും അവിടെ നിന്ന് കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. 1920ഓടെ കാർബൺ ഡയോക്സൈഡ് നിറച്ച ടിന്നുകളിൽ എയർ ടൈറ്റായി പാക്ക് ചെയ്ത കശുവണ്ടി പരിപ്പ് ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാമെന്ന് കണ്ടെത്തിയത് വ്യവസായത്തിന് വലിയ ഉണർവ് നൽകി. വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യ ഫാക്ടറി മംഗലാപുരത്ത് സ്ഥാപിതമായി. 1927 കൊല്ലത്ത് ഫാക്ടറി ആരംഭിക്കുകയും തുടർന്ന് നിരവധി ഫാക്ടറികൾ വന്നതോടെ കൊല്ലം കശുവണ്ടി വ്യവസായത്തിന്റെ കുത്തകയായി മാറുകയും ചെയ്തു. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമായി കൊല്ലം ജില്ല മാറി. കശുവണ്ടി വ്യവസായത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന കൊല്ലത്ത് കേരള സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ KSCDC, കേരള സംസ്ഥാന കശുവണ്ടി തൊഴിലാളി അപ്പെക്സ് സഹകരണ സംഘം കാപ്പെക്സ്, കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ CEPCI എന്നിവയുടെ ആസ്ഥാനങ്ങളുണ്ട്. KSCDCയുടെ 30 ഫാക്ടറികളിൽ 24 എണ്ണവും കാപ്പെക്സിന്റെ 10-ൽ 9 എണ്ണവും കൊല്ലത്താണ്. ഏകദേശം 150 കയറ്റുമതിക്കാരിൽ 100 പേരും കൊല്ലം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യവസായം ഒരു പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് ആ വ്യവസായം പ്രതിസന്ധിയിലാകുമ്പോൾ ആ പ്രദേശത്തെ ഗുരുതരമായി ബാധിക്കും. 3 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും 3000 കോടി രൂപയുടെ വിദേശ നാണ്യം നിലയ്ക്കുകയും ചെയ്താൽ കൊല്ലം ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന കാർഷിക വിഭവങ്ങളിൽ കശുവണ്ടി പരിപ്പിന് 2ാം സ്ഥാനമാണുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത കശുവണ്ടി പരിപ്പിന്റെ 44% കേരളത്തിൽ നിന്നായിരുന്നു. കൊല്ലം ജില്ലയിലെ മൊത്തം ജനസംഖ്യയുടെ 10% കശുവണ്ടി വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഏകദേശം 3 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ഈ വ്യവസായത്തിൽ 95% സ്ത്രീകളാണ്. തോട്ടണ്ടി തല്ലൽ, പീലിംഗ്, പാസിംഗ് തുടങ്ങിയ ജോലികൾ ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. ഈ വ്യവസായം തകരുമ്പോൾ സ്ത്രീ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാകുന്നത്. ഇത് അവരുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെയും സാമൂഹിക നിലയെയും നേരിട്ട് ബാധിക്കുന്നു. കേരളത്തിലെ കശുവണ്ടി വ്യവസായം ഇന്ന് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യവസായത്തിന് ആകെ വേണ്ടത് 6.5 ലക്ഷം ടൺ തോട്ടണ്ടിയാണ്. എന്നാൽ ആഭ്യന്തര ഉൽപാദനം കേവലം 80,000 ടൺ മാത്രമാണ്. ഈ വലിയ വിടവ് നികത്താൻ ഇറക്കുമതിയെയാണ് കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത്. റബ്ബർ കൃഷി വ്യാപകമായതും തമിഴ്നാട്ടിലും മംഗലാപുരത്തുമൊക്കെ കശുവണ്ടി ഫാക്ടറികൾ തുടങ്ങിയതും കേരളത്തിലെ തോട്ടണ്ടി ലഭ്യതയെ ബാധിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ആരംഭിച്ചതും വിയറ്റ്നാം, ബ്രസീൽ എന്നിവിടങ്ങളിൽ യന്ത്രവൽകൃത ഉൽപാദനം തുടങ്ങിയതും ഇറക്കുമതി കുറയുന്നതിന് കാരണമായി. അസംസ്കൃത വസ്തുക്കൾക്ക് അമിതമായി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ആഗോള വിപണിയിലെ വില വ്യതിയാനങ്ങളെയും ഇടനിലക്കാരുടെ ചൂഷണങ്ങളെയും വ്യവസായത്തിന് വിധേയമാക്കുന്നു. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉൽപാദന ചെലവ് ഇരട്ടിയിലധികമാണ്. കേരളം ഇപ്പോഴും ഹ്യൂമൻ വർക്കിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഇത് ഉയർന്ന സംസ്കരണ ചെലവിന് കാരണമാകുന്നു. നിലവിലുള്ള കശുവണ്ടി യൂണിറ്റുകളിൽ 80% നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം തൊഴിലാളി വിരുദ്ധമാണെന്ന വാദം നിലനിൽക്കുന്നുവെങ്കിലും വ്യവസായത്തിന്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. വിയറ്റ്നാം, ബ്രസീൽ, ടാൻസാനിയ, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ചെലവ് കുറഞ്ഞ യന്ത്രവൽകൃത ഉൽപാദനം ആഗോള വിപണിയിൽ കടുത്ത മത്സരം സൃഷ്ടിക്കുന്നു. വിയറ്റ്നാം സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ താരിഫ് കുറച്ചത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് നൽകി. കേന്ദ്ര ഗവൺമെന്റ് തോട്ടണ്ടിയുടെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും കാലിത്തീറ്റയെന്ന വ്യാജേന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതും വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൂടാതെ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്പെഷ്യൽ എക്കണോമിക് സോൺ വഴി ഗുണനിലവാരം കുറഞ്ഞ കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തുന്നത് ആഭ്യന്തര വിപണിയെ ഗുരുതരമായി ബാധിച്ചു. കോവിഡിനെ തുടർന്ന് കയറ്റുമതിയും ഉൽപാദനവും ഇടിഞ്ഞതോടെ കശുവണ്ടി വ്യവസായം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി.
ബാങ്കുകൾ വായ്പാ തിരിച്ചടവ് മുടക്കിയ യൂണിറ്റുകൾക്കെതിരെ നടപടി ആരംഭിച്ചത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. ഫാക്ടറി ഉടമകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഭൂരിഭാഗം ഫാക്ടറികളും അടച്ചുപൂട്ടി. കൊല്ലത്തും സമീപ ജില്ലകളിലുമായി 836 ഫാക്ടറികൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 100 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പല വ്യവസായികളും കടക്കണിയിലാകുകയും ജപ്തിക്കിരയാവുകയും ചെയ്തു. കശുവണ്ടി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് തോട്ടണ്ടി ക്ഷാമം, ഉയർന്ന ഉൽപാദന ചെലവ്, ആഗോള മത്സരം, കേന്ദ്ര സംസ്ഥാന നയങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ചുള്ള കാരണങ്ങളാണ്. ഇത് ഫാക്ടറികളുടെ അടച്ചുപൂട്ടലിലേക്കും വ്യവസായികളുടെ കടക്കണിയിലേക്കും നയിച്ചു. കശുവണ്ടി വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികളെയാണ്. ഭൂരിഭാഗം ഫാക്ടറികളും അടച്ചുപൂട്ടിയതോടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. കശുവണ്ടി വികസന കോർപ്പറേഷനും കാപെക്സിനും കീഴിലുള്ള ഫാക്ടറികളിൽ 200 തൊഴിൽ ദിനങ്ങൾ ലക്ഷ്യമിട്ടിട്ടും 2021 140ഉം 2022 131 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. കേന്ദ്ര നിയമങ്ങൾ പ്രകാരം 78 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് ESI ചികിത്സാ സഹായം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ട്. 2024 ഫെബ്രുവരി 9 കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം വേതനം 23% വർദ്ധിപ്പിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്ന 84 കോടി രൂപയുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക കൊടുത്തു തീർത്തു. KSCDC, കാപെക്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിരമിച്ച തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി നൽകുന്നതിന് ഫണ്ടും അനുവദിച്ചു. കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ, എക്സ് ഗ്രേഷ്യ സാമ്പത്തിക സഹായം, ശവസംസ്കാര ആനുകൂല്യം, പ്രസവാനുകൂല്യം തുടങ്ങിയവയും നൽകുന്നുണ്ട്. ഭൂരിപക്ഷം ഫാക്ടറികളിലും നിയമാനുസൃതമായ പശ്ചാത്തല സൗകര്യങ്ങളില്ലാത്തതും വൃത്തിഹീനമായ ചുറ്റുപാടുകളും മോശം ശൗചാലയങ്ങളും അപകട സാധ്യതയുള്ള മേൽക്കൂരകളും സ്ത്രീ തൊഴിലാളികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. കുനിഞ്ഞിരുന്ന് ചെയ്യുന്ന ജോലികൾ കാരണം മിക്കവർക്കും കഠിനമായ നടുവേദനയുണ്ട്. ഫാക്ടറികൾ അടച്ചുപൂട്ടിയതോടെ തൊഴിലാളികൾ പട്ടിണിയിലായി. ഓണം പോലുള്ള ആഘോഷങ്ങൾ പോലും അവർക്ക് വറുതിയുടെ പിടിയിലായി. തൊഴിൽ നഷ്ടപ്പെട്ടവർ തൊഴിലുറപ്പ് പണികൾക്ക് പോയി ഉപജീവനം കണ്ടെത്തുന്നു. കഴിഞ്ഞ സർക്കാർ കാലത്ത് അടച്ചിട്ടിരുന്ന സ്വകാര്യ ഫാക്ടറികളിലെ 1509 തൊഴിലാളികളെ കാപെക്സിന്റെ വിവിധ ഫാക്ടറികളിൽ നിയമിച്ചിട്ടുണ്ട്. ഈ വർഷവും 250ഓളം പേർക്ക് ജോലി നൽകിയിട്ടുണ്ട്. വ്യവസായത്തിലെ പ്രതിസന്ധി തൊഴിലാളികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. കേരള സർക്കാർ കശുവണ്ടി വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനും തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കശുവണ്ടി തൊഴിലാളികൾക്ക് പരമാവധി ജോലി സമയവും വേതനവും ഉറപ്പാക്കുന്നതിനായി 1969 KSCDC രൂപീകരിച്ചത്. മുൻപ് പറഞ്ഞ പോലെ കാപെക്സ് മറ്റൊരു സർക്കാർ സ്ഥാപനവും തൊഴിൽദാതാവുമാണ്. 2016 മെയ് മാസത്തോടെ സർക്കാർ ഇടപെടലിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ സർക്കാർ ഫാക്ടറികൾ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. KSCDCയുടെ 30 ഫാക്ടറികളും ആധുനികവൽക്കരിക്കുകയും തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. കാഷ്യൂ കോർപ്പറേഷനിൽ 535 തൊഴിലാളികളെയും കാപെക്സിൽ 250 സ്വകാര്യ ഫാക്ടറി തൊഴിലാളികളെയും പുതുതായി നിയമിച്ചു. തോട്ടണ്ടിയുടെ ദൗർലഭ്യം പരിഹരിക്കാനായി 2017 കേരള കാഷ്യൂ ബോർഡ് രൂപീകരിച്ചു. കശുവണ്ടി ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത് കാഷ്യൂ ബോർഡ് വഴിയാണ്. 2021-22 സാമ്പത്തിക വർഷം മുതൽ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 43,566 മെട്രിക് ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഇറക്കുമതി ചെയ്യാനാണ് ബോർഡ് ശ്രമിക്കുന്നത്. സ്വകാര്യ കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനായി മുൻ സർക്കാർ ഒരു പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചു. നോൺ പെർഫോമിംഗ് അസറ്റ്സായ ലോണുകൾ തീർപ്പാക്കുന്നതിന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കി. ഈ പദ്ധതി പ്രകാരം 10 കോടി രൂപ വരെ വായ്പയെടുത്തവരുടെ പലിശ പൂർണ്ണമായും എഴുതിത്തള്ളും. 2 കോടി രൂപ വരെ വായ്പയെടുത്ത വ്യവസായികൾക്ക് മുതലിന്റെ 50% തിരിച്ചടച്ച് ബാധ്യത തീർക്കാം. 2 കോടി മുതൽ 10 കോടി രൂപ വരെ വായ്പയെടുത്തവർ 60% തുക തിരിച്ചടയ്ക്കണം. ഏകദേശം 500 കോടി രൂപ എഴുതി തള്ളേണ്ടി വരും. സ്വകാര്യ കശുവണ്ടി മേഖലയുടെ പുനരുദ്ധാരണത്തിനായി 2022-23 ബജറ്റിൽ 30 കോടി രൂപയും ചെറുകിട ഇടത്തരം ഫാക്ടറികളുടെ നവീകരണത്തിന് മൂലധന ഗ്രാന്റും പലിശ സബ്സിഡിയും അനുവദിച്ചു. സംസ്ഥാനത്ത് കശുമാവ് കൃഷി വ്യാപിപ്പിക്കുന്നതിനായി 2007 കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി KSACC രൂപീകരിച്ചു. KSACC 96 ലക്ഷത്തോളം കശുമാവ് തൈകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം 6 ലക്ഷത്തിനടുത്ത് കശുമാവ് തൈകൾ വിതരണം ചെയ്തു. അത്യുൽപാദന ശേഷിയുള്ള ഗ്രാഫ്റ്റുകൾ എല്ലാ ജില്ലാ കൃഷി ഫാമുകളിലും ലഭ്യമാണ്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇറക്കുമതിയെയാണ് വ്യവസായം പ്രധാനമായും ആശ്രയിക്കുന്നത്. തോട്ടണ്ടി ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത്യുൽപാദന ശേഷിയുള്ള കുള്ളൻ കശുമാവ് കൃഷിക്ക് മികച്ച വരുമാനം നൽകാൻ കഴിയും. അണ്ടിപ്പരിപ്പ് മാത്രമല്ല, കശുമാങ്ങയിൽ നിന്ന് സോഡ, ജാം, സ്ക്വാഷ് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും. കശുവണ്ടി തോടിൽ നിന്നുള്ള എണ്ണയ്ക്കും പ്രാധാന്യമുണ്ട്.
ഉയർന്ന ഉൽപാദന ചെലവ് കുറയ്ക്കാനും ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും യന്ത്രവൽക്കരണം അനിവാര്യമാണ്. ഷെല്ലിംഗ് സെക്ഷനിൽ കട്ടിംഗ് മെഷീനുകൾ സ്ഥാപിക്കുകയും തിരഞ്ഞെടുത്ത 5 ഫാക്ടറികളിൽ പൂർണ്ണമായി യന്ത്രവൽക്കരണ സംസ്കരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സി പൗച്ചിൽ പരിപ്പ് നിറച്ച് വിപണനത്തിന് സാധ്യമാകുന്ന അത്യാധുനിക ഫില്ലിംഗ് പാക്കിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. യന്ത്രവൽക്കരണം നടപ്പിലാക്കുമ്പോൾ തൊഴിലാളികളുടെ പുനരധിവാസത്തിനും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകണം. പുതിയ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം നൽകുന്നത് തൊഴിൽ നഷ്ടം കുറയ്ക്കും. മൊബൈൽ സെയിൽസ് വാനുകൾ, കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുള്ള വിപണനം, ബ്രാൻഡ് പ്രമോഷൻ എന്നിവയിലൂടെ ആഭ്യന്തര വിപണനം മെച്ചപ്പെടുത്തണം. ആഗോളതലത്തിൽ കശുവണ്ടി ഉപഭോഗത്തിൽ ഇന്ത്യ ഒന്നാമതാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരള കാഷ്യൂ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. ഫാം ടു ഫോർക്ക് എന്ന സമീപനം പോലെ കശുമാവ് കൃഷി മുതൽ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണനം വരെ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് ആവശ്യമാണ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഭാവി സാമ്പത്തികവും സാങ്കേതികവുമായ മാറ്റങ്ങൾക്കപ്പുറം സാമൂഹികവും പാരിസ്ഥിതികവുമായ സുസ്ഥിരത ഉറപ്പാക്കുന്നതിലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.